ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? 2025 IPL-ലെ രണ്ടാമത്തെ മാച്ച് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഉറപ്പായിരുന്നു നല്ല വെടിക്കെട്ട് പൊട്ടും. കാരണം അത്രയും വെടിക്കെട്ട് വീരന്മാരാണ് ഹൈദരാബാദ് ടീമിലുള്ളത്. പക്ഷേ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷയില്ല. ഇഷാൻ കിഷാൻ എന്ന മുറിവേറ്റ സിംഹം നിറഞ്ഞാടി രാജസ്ഥാൻ റോയൽസിൻ്റെ ബോളേഴ്സിനെ കടിച്ചു പറിച്ചു എന്ന് പറഞ്ഞായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും ഒരു കാര്യത്തിൽ ഇഷാൻ കിഷാന് വിജയിച്ചു കഴിഞ്ഞ്. കാരണം ഇന്ത്യൻ ടീമിൽ നിന്ന് ഏകദേശം പുറത്തായി നിൽക്കുന്ന സമയമാണ്. ഒരു അച്ചടക്കലംഘനത്തിൻ്റെ പേരിൽ ഇഷാൻ കിഷാനെയും നമ്മളെ ശ്രേയസ് അയ്യരെയും ഏകദേശം കുറച്ച് ദിവസത്തേക്ക് ടീമിൽ നിന്ന് മാറ്റി നിർത്തിയെങ്കിലും ഇഷാൻ കിഷാനെ തിരിച്ചെടുത്തിട്ടില്ലായിരുന്നു. ശ്രേയസ് അയ്യറിനെ തിരിച്ചെടുത്ത്. അങ്ങനെ ഇഷാൻ കിഷാന് അതിൻ്റെ ഒരു മധുര പ്രതികാരത്തിനുള്ള ഒരു സമയം എപ്പോൾ വരും, എങ്ങനെ വരും, എന്ന് വരും എന്നൊക്കെ പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് ഒരു ഫോർമാറ്റിലും ഇഷാൻ കിഷാനെ ഉൾക്കൊള്ളിക്കാതെ നിന്നിരുന്ന സമയത്താണ് ഒരു വീണ് കിട്ടുന്ന സൗഭാഗ്യം പോലെ IPL കടന്നു വന്നിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് മാച്ചിൽ തന്നെ ഇഷാൻ കിഷാന് ആ ഒരു പ്രതികാരം അങ്ങോട്ട് അടിച്ചു തീർത്ത് ഇന്ത്യൻ ടീമിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മുഖത്തേക്ക്, അതുപോലെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചിൻ്റെ മുഖത്തേക്ക്, ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റൻ്റെ മുഖത്തേക്ക് എന്നൊക്കെ പറയാൻ പറ്റും. എന്തായാലും ഇഷാൻ കിഷാന് കിട്ടിയ അവസരം നന്നായിട്ട് വിനിയോഗിച്ച് അടിച്ച് പൊളിച്ച് തകർത്ത് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഈ കളിയുടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കെല്ലാവർക്കും അറിയാം ഈ സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ പിടുത്തം കിട്ടാത്ത ലെവലിലുള്ള ഒരു ഒരു ബാറ്റിംഗ് വിസ്ഫോടന നിര തന്നെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓപ്പണിംഗ് ഇറങ്ങുന്നവർക്കും വൺ ഡൗൺ ഇറങ്ങുന്നവർക്കൊന്നും യാതൊരു ടെൻഷനുമില്ല. അവർ അത്രമേൽ ഫ്രീ മൈൻഡായിട്ട് അവർക്ക് കളിക്കാൻ പറ്റും. അതിൻ്റെ കാരണം 1, 2, 3, 4 പേര് ഫസ്റ്റിൽ ഔട്ടായി കഴിഞ്ഞാൽ പോലും അതിലും മേലെ അടി വിതറുന്ന ടീംസ്, അടി വിതറുന്ന കളിക്കാർ ഇനി കയറി വരാനുണ്ട്, വെയിറ്റിങ്ങിലാണ് എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം കൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് അടിച്ച് തൂഫാനാക്കാൻ പറ്റും. അത് തന്നെയാണ് 286 ടോട്ടൽ എന്ന് നമുക്ക് ഈ രണ്ടാമത്തെ കളിയിൽ നമ്മൾ കണ്ടത്. ട്രാവിസ് ഹെഡ് നന്നായിട്ട് കളിച്ചു, അതേപോലെ തന്നെ ഇഷാൻ കിഷാന് നന്നായിട്ട് കളിച്ചു. ട്രാവിസ് ഹെഡിൻ്റെ ഒക്കെ ആ ഒരു പവർ നമ്മൾ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞ്. കാരണം ഒരു ടെൻഷനും ഇല്ലാതെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ സ്ട്രോങ് ആയിട്ടുള്ള അടിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആളൊരു ഭയങ്കര ഒരു വിരുദ്ധനാണ് ബാറ്റിങ്ങിൽ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു 2020 ഫോർമാറ്റിലെ ട്രാവിസ് ഹെഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഈ കളിയിൽ വേറൊരു കാര്യം പറയേണ്ട കാര്യം എന്താ, സഞ്ജു സാംസൻ്റെ രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് ബാറ്റിങ്ങിലല്ല ഞാൻ പറയുന്നത്, ആ ബോളിങ്ങിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണ് അവർ ചെയ്ത് കൂട്ടിയത്. ഈ ജോഫ്ര ആർച്ചർ എന്ന് പറഞ്ഞിട്ട് ശരിക്കും ജോഫ്ര ആർച്ചർ കഴിഞ്ഞ IPL-ലും അതുപോലെ തന്നെ ജോഫ്ര ആർച്ചർ ഇപ്പം അതിന് ശേഷമുള്ള അവരുടെ ടീമിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസിലൊന്നും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു ഫോമിലൊന്നും അല്ല ഇപ്പം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ജോഫ്ര ആർച്ചറിന് ഇത്രയും വലിയൊരു എമൗണ്ട് എല്ലാം മുടക്കി ടീമിൽ നിലനിർത്തി, അല്ലെങ്കിൽ ടീമിലേക്ക് എടുത്തിട്ട് അതിന് പകരമായിട്ട് ബോൾട്ടിന് കൊടുത്തതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ശരിക്കും ഇന്നലത്തെ കളിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ബോൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഓപ്പണിംഗ് സ്പെല്ലിലൊക്കെ ബോൾട്ടിന് ഒരു 2, 3 വിക്കറ്റൊക്കെ ഓപ്പണിംഗ് സ്പെല്ലിൽ തന്നെ എന്തായാലും ബോൾട്ട് എടുക്കുന്നതായിരുന്നു. ഇന്നലെ അങ്ങനെയൊക്കെ ഒരു വിക്കറ്റ് വീണിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ അശ്വിൻ്റെ സ്പിന്ന്, അശ്വിന് ഈ ചെന്നൈ സൂപ്പർ കിങ്സിൽ എങ്ങനെയാണ് അശ്വിൻ ഇപ്പോൾ ബോൾ എറിയുന്നത്, വളരെ കൺട്രോളായിട്ടാണ് ബോൾ എറിയുന്നത്. ആ അശ്വിൻ്റെ സ്പിന്ന് മുതൽക്കൂട്ട് ശരിക്കും രാജസ്ഥാൻ റോയൽസിൽ ഉണ്ടായിരുന്നെങ്കിൽ റൺസൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം അശ്വിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലവറായിട്ടുള്ള ഒരു ബോളറാണ്. അശ്വിന് ശരിക്കും വിക്കറ്റ് എടുക്കാൻ അത് ബൗൾഡ് ആക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ശരിക്കും ക്യാച്ച് എല്ലാം കിട്ടുന്ന കാര്യത്തിൽ, ഫീൽഡിംഗ് സെറ്റപ്പ് ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ അശ്വിന് നല്ലൊരു മണ്ടുള്ള ഒരു കളിക്കാരനായിരുന്നു. ആ അശ്വിനെയും കൊടുത്ത്, അതുപോലെ തന്നെ ചാഹൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ശരിക്കും വിക്കറ്റ് എടുത്തതിന്. അങ്ങനെ ഉള്ള കുറച്ച് അബദ്ധങ്ങൾ രാജസ്ഥാൻ റോയൽസ് ഈ ഒരു IPL ലേലം വില്ല് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഫലം തന്നെയാണ്, പരിണത ഫലം തന്നെയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇനി മുന്നോട്ട് രാജസ്ഥാൻ എങ്ങനെ ഈ ഒരു ഫീൽഡിങ്ങും അതുപോലെ ഈ ഒരു ബോളിംഗ് നിരയും കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് പറയാൻ രാജസ്ഥാനിൽ ഇഷ്ടപ്പെടുന്ന ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും. പിന്നെ ഈ ഒരു മാച്ചിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ നോക്കുമ്പം ഹെത്തിമറാണ് ശരിക്കും ഒരു നന്നായിട്ട് അധ്വാനിച്ചിട്ടുള്ളൊരു കളിക്കാരൻ. അദ്ദേഹത്തിന് ഒരു ഓവറെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഹെത്തിമർ ഈ ഒരു കളി ജയിപ്പിച്ചേനെ. ഹെത്തിമർ ഈ അവസാനം ഈ ചെയ്ത ആ ഒരു കഠിനാധ്വാനം അത് നമുക്ക് ശരിക്കും പറയാതിരിക്കാൻ വയ്യ. കാരണം ഹെത്തിമറിൻ്റെ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കളിയിലും ആ ഒരു പൊസിഷനിൽ വന്നിരുന്നിട്ട് ആ ഒരു പ്രഷർ ഏറ്റെടുത്തിട്ട് വീശി കളിക്കുന്ന ഒരു കളിക്കാരനാണ്. പല കളികളും ഹെത്തിമർ അങ്ങനെ നിന്നിട്ട് ജയിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇന്നലെ ശരിക്കും എത്തിയപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നി. കാരണം ഇത്രയും പ്രഷർ തലയിലേറ്റിക്കൊണ്ട് ജയിക്കാനൊരു ഒരു ചാൻസ് വളരെ കുറവാണെങ്കിൽ പോലും എത്തിമറി വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അത് ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സാംസൺ ആണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മൾ ജുറേലാണെന്നുണ്ടെങ്കിലും ഒക്കെ കളിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെയോ ഒന്ന് സ്ലോ ആയി. കാരണം ഓരോ ബോളും വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു കാരണം ഇത്രയും വലിയൊരു ടോട്ടൽ ഫോളോ ചെയ്യുമ്പോൾ 286 എന്ന് പറഞ്ഞൊരു ബ്രഹ്മാണ്ഡ ടോട്ടൽ ഫോളോ ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ട് കുറച്ച് സ്പീഡ് വേണമായിരുന്നു. എവിടെയോ ഒരു സ്പീഡ് ജുറേലിൻ്റെ ഭാഗത്തു നിന്ന് അതേപോലെ സഞ്ജു സാംസണിൻ്റെ ഭാഗത്തു നിന്ന് മിസ്സായിട്ടുണ്ട്. കാരണം ആ ഒരു ടാർഗറ്റ് അത് ഫോളോ ചെയ്യുമ്പോൾ ഒരു മൈൻഡിൽ ശരിക്കും അത് ഇത്ര ഓവറിൽ ഇത്ര റൺസ് വേണം എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കളി, കാരണം 242 റൺസ് നമുക്ക് രാജസ്ഥാൻ റോയൽസിന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ കളി ജയിക്കേണ്ടതായിരുന്നു. കുറച്ചും കൂടി ഒരു ശ്രദ്ധ കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.